അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ എന്താ കുട്ടിയെ പറ. ആരുടെ ബർത്ത്ഡേ ആണ്? എത്രാമത്തെ ബർത്ത്ഡേ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഓക്കെ, അത് ഞാൻ തമ്മിലയിൽ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അവളുടെ ബർത്ത്ഡേ ആണ്. അത് ചെറിയ തോതില് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? വലിയ രീതിയിൽ സെലിബ്രേറ്റ് ഉണ്ടോ? പറയൂ. ഇല്ല, ചെറുതില് ചെറിയ രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ സദ്യക്ക് വെച്ചിട്ട് ഒരു ഗെറ്റ് ടുഗദർ പോലെ എല്ലാവർക്കും കാണാലോ. നിധു ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരണത്. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അമ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്നു കൊടുത്തു. ഞാൻ അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കേ. അപ്പൊ ഞാൻ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 12:30 ആകുമ്പോഴേക്കാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ചേച്ചിയും കുട്ടിയും ഏട്ടനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും രണ്ടും കുട്ടി നേരെ വീട്ടിൽ നിന്ന് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൾക്ക് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. പപ്പു വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അവനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് ഹായ് ഒക്കെ പറഞ്ഞ് കുറച്ചു നേരം ഉമ്മർത്തി ഇന്നലെ നേരെ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി കയറി. ഇതാണ് ഞാൻ വാങ്ങിയ ഗിഫ്റ്റ്. ചേച്ചി എന്താ പറഞ്ഞേ? വേണമെങ്കിൽ മാറ്റാട്ടോ. ഞങ്ങളിങ്ങോട്ട് വരുന്ന വിചാരിച്ചു. പക്ഷെ ഇന്നലെ വന്നില്ല. ഓ പൊതിക്ക് ആഴ്ച ഒരു കോഡ് സെറ്റാ. സൈസ് ഏതാ? അപ്പൊ ശരി, കൊള്ളാം. ഗുഡ്. നല്ലോണം സെലക്ട് ചെയ്യണം. പുതിയ ഞാൻ ഉണ്ണിയുടേതാ? കൊള്ളാം. ഇതോളെ പുതിയ ഉടുപ്പാ? എന്തൊക്കെ ഉണ്ടമ്മയെ ഫുഡ്? സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇതിഷ്ടമുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോഴാ നമ്മൾ ഫുഡ് കഴിക്കുക? കൊരങ്ങ എങ്ങനെ പോവാ വിച്ചോ? കൊരങ്ങനെ എങ്ങനെ പോവാ? ഇതിലുള്ള കൊരങ്ങനെ എങ്ങനെ പോയത് വിച്ചോ? അമ്മമ്മയുടെ കയ്യിന് എന്താ വിച്ചോ? അമ്മയുടെ ബാബു. ഓയ്യോ, വിച്ചു കൊരങ്ങനെ ഇതിലേ പോയത്? എത്ര കൊരങ്ങ ഉണ്ടായിരുന്നു? ആരത്? അവിയല് പാത്രത്തേക്ക് മാറ്റാണ്. ശരിക്കും അവിയല് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഇപ്പൊ ഗൾഫിലാ. ഈ വീട്ടില് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കുമ്പോ അവിയല് ഏറ്റവും കൂടുതൽ കഴിക്കുക അപ്പുവാണ്. ഓനാണ് ഇഷ്ടം. പക്ഷെ ഓന് എന്താ ഗൾഫിലാണ്. പക്ഷെ ഓന് വേണ്ടി ഞങ്ങളത് കഴിച്ചോളാം. ഓക്കെ. എന്താ ഇതാ മസാലക്കറി. പിന്നെ ചേച്ചിക്ക് ഇഷ്ടമാണ് മസാലക്കറി. എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചി എന്നോണ്ട് ഉണ്ടാക്കിയതാ. ചേച്ചി കൊറേ ആയി ഇവിടെ വന്നിട്ടല്ലേ? കുടിയിരിക്കില്ല ഞാൻ പോയിട്ട് ചേച്ചി വന്നിട്ടില്ലല്ലോ. ആ ഒക്കെ നമ്മളിവിടെ ഓരോന്നായിട്ട് വിളമ്പും. എന്നിട്ടേ നമ്മളെല്ലാവർക്കും വിളമ്പി കൊടുക്കുള്ളൂ. അതേപോലെ തന്നെ ഈ അടുപ്പിന്റെ ഇവിടെ വിളമ്പും. എന്തിനമ്മ ഈ അടുപ്പിന്റെ അവിടെ ഒക്കെ വിളമ്പണത്? കൊടുക്കാനാ. അപ്പൊ ഈ ഇലയിൽ എന്തിനാ വിളമ്പണേ? ഗണപതിക്ക്. ഓക്കേ. ഞങ്ങൾ എല്ലാ സദ്യയും പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചു. ഇനി സെർവ് ചെയ്താൽ മതി, ഇല ഇട്ടാൽ മതി. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് വരാം.
സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി അവിടെ ഇരുന്നു. ടി വി ഒക്കെ കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ ഏകദേശം ഒരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴേക്കിനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നുവേ. എടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന കൊറേ യുവതികൾ. ഐലൈനർ വാരി വിതറുക. ചിന്നുന്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡും അതാ. മിന്നുന്റെ ഒക്കെ ലിപ്സ്റ്റിക് ഒക്കെ എന്താ തിളങ്ങി കാണാണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രഹസനം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒത്തുചേരലുകളാണ് ചിലപ്പോൾ ഒരുപക്ഷെ കുടുംബത്തെ ഇങ്ങനെ കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു എന്തും സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും കാണുകയും സംസാരിക്കുകയും മീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചിരിക്കാനും സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നത് ശരിക്കൊരു സന്തോഷമാണല്ലേ. അതുകൊണ്ട് തന്നെ ആ ബന്ധം എന്നും നിലനിന്ന് പോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കുടുംബം ഇമ്പമുള്ളതാണല്ലോ കുടുംബം. അതിനെ കുറച്ചു നേരം കളിയും ചിരിയും സംസാരവും കുട്ടികളുടെ ഒപ്പമൊക്കെ കളിച്ച് അങ്ങനെ സമയം ചെലവഴിച്ചു. അത് ഇനി പോവാണോ? അതിനാണോ കടയണത്? നമുക്ക് വേറെ കാടിൽ പോവാട്ടോ. നമുക്ക് അച്ഛ വന്നാ പോവാം. പായില് വരണ്ടേ? നമുക്ക് അച്ഛ വന്നാ പോവാട്ടോ. രാജ കൊടുത്തോ? രാജ കൊടുത്തോ? പൈസ കുറിച്ച് നോക്കോളിട്ടോ. ഞാൻ പോവാ. ശരിട്ടോ. നമ്മള് എപ്പഴാ വരേനി? ഞാന് വരണ്ട്. ക്ലാസ് ദിവസം വരാട്ടോ. നിധുനെ കാണാൻ വന്നിട്ടില്ല. എന്താ ചേച്ചി നമ്മുടെ ഇവിടെ ഇതാ അച്ഛോ ഒരായി പറയാ. അച്ഛോ അച്ഛരായി പറ. സബ്സ്ക്രൈബേഴ്സ് അച്ഛ മുട്ടായി എന്നിട്ട് അമ്മ പോവാ. അമ്മ പോവില്ല. നമുക്ക് അച്ഛൻ വന്നാ പോവാട്ടോ. ഞാൻ എളുപ്പമുണ്ട് മാറാനാ ബുദ്ധിമുട്ട്. ശ്രദ്ധിക്കണേ അപ്പാ. അച്ഛമ്മ പോട്ടെ. അച്ഛന്റെ കാറിൽ പോട്ടെ. അച്ഛന്റെ കാറും കൊണ്ട് പോരും. അച്ഛൻ ഇതിന് പോവാ കുട്ടി ഞാർക്കണി. കുട്ടി ഞാർക്കാം. നമ്മള് വേറെ പോവാ. അമ്മ പോണില്ല കേട്ടോ. അമ്മ പോണില്ലേ? അതാ പോയി വിച്ചോ. ഇനി പോയി കേട്ടോ. കിടന്നോളിട്ടോ. എന്നാ ശരി. കുട്ടിയുണ്ട് അവിടെ കേട്ടോ. എന്നാ ശരി. വേണേ ബൈ. ഇല്ലേ നീ പോന്നില്ലേ? വാ. ഇല്ലേ പോന്നില്ലേ? എന്നാ പോവാ. രാജെടുത്ത മേമക്ക് രാജെടുക്ക. ഒരു അവ്വും കൊടുത്തോ. മാമിക്ക് ഒരു അവ്വ് കൊടുത്തോളി. ആ അങ്ങനെ മേമയ്ക്ക് ഒരു അവ്വ് കൊടുത്തോളി. എന്നാ ഒന്നുകൂടെ കൂട്ടിയാ. ഹാപ്പി ബർത്ത്ഡേ. ഓന് ഓൾറെഡി ഉണ്ട്. രാവിലത്തെ വ്ളോഗിലുണ്ട് കാണാനില്ല. എന്നാ ശരിട്ടോ. ബൈ ബൈ.